ടണൽ അഗ്രോഫാം നഴ്സറി ചെറുവാഞ്ചേരി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായി നമുക്ക് പാചകവാതകം ലഭിക്കാത്തതിൽ ഫലപ്രദമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അങ്ങേയറ്റം അപമാനകരമായ അമേരിക്കൻ വിനയത്വത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ തൊഴിലാളി നേതാവ് സി കണ്ണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഹോട്ടലുകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. ആവശ്യത്തിനുള്ള വാതകം ഇല്ല എന്ന നിലവിലുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി നിലപാട് നമ്മുടെ രാജ്യം എടുക്കുന്നില്ല എന്നതൊരു വസ്തുത നിൽക്കുന്നു. ഈ ഘട്ടത്തിൽ ഏകപക്ഷീയമായി ആക്രമണം നടത്തുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെ ഉറച്ച നിലപാടാണ് ഇന്ത്യ കൈക്കൊള്ളേണ്ടത്. പക്ഷേ അത്തരമൊരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യം എത്തുന്നില്ല. മാത്രമല്ല, അമേരിക്കയുടെ ഒരു വിനീത വിധേയത്വം നമ്മുടെ രാജ്യത്തിന് വന്നിരിക്കുന്നുവെന്നാണ് കാണുന്നത്. അത് എവിടെ വരെ എത്തി? നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമാണ്. നമുക്ക് ഏതെങ്കിലും രാജ്യത്തിൽ എണ്ണ വാങ്ങണമെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അനുമതി ആവശ്യമില്ല. പക്ഷേ റഷ്യയിൽ എണ്ണ വാങ്ങാൻ അമേരിക്കയ്ക്ക് അനുമതി തേടുന്നു. അമേരിക്ക ദയാപൂർവം 30 ദിവസം അനുവദിക്കുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. എവിടെ പോയി നമ്മുടെ പരമാധികാരം? നാടിന്റെ മുഖ്യ ചാലക ശക്തിയാണ് ബീഡി തൊഴിലാളികൾ. ചെറിയ വരുമാനത്തിൽ നിന്ന് നാടിനു വേണ്ടി വലിയ സംഭാവനകൾ ചെയ്യുന്നവരാണ് ഇവർ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലത്ത് സി കണ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ കടുത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. കാരണം അത്രമാത്രം തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങളാണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഴയ കാലത്ത് നമ്മുടെ ബീഡി ബ്രാഞ്ചുകൾ നാട് മുഴുവൻ ഉണ്ടായിരുന്നൊരു കാലമുണ്ടല്ലോ. ആ കാലത്ത് ഏതൊരു കാര്യത്തിനും ആളുകൾ പൊതുവായി സമീപിക്കുന്നത് ബീഡി തൊഴിലാളികളെയായിരുന്നു. നാടിൻ്റെ മുഖ്യ ചാലകശക്തിയായിട്ടാണ് അവർ പ്രവർത്തിച്ചത്. ഇപ്പോൾ സ്ത്രീയുടെ കാര്യത്തിൽ സ്വന്തം എന്ന വികാരത്തോടു കൂടി തന്നെ നല്ല പങ്കാളിത്തം വഹിച്ചു. തീർത്തും അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. സ്ത്രീയെ സ്മരിക്കുന്നൊരു ചടങ്ങായിട്ടാണ് ഇത് മാറുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലം സ്ത്രീ ഉണ്ടായിരുന്നുവെങ്കിൽ കടുത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുമായിരുന്നു. കാരണം അത്രമാത്രം തൊഴിലാളി വിരുദ്ധമായ കാര്യങ്ങളാണ് രാജ്യത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെ.പി. സഹദേവന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന സി കണ്ണന്റെ പ്രതിമ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന പരിപാടിയിൽ കെ.പി. സഹദേവൻ അധ്യക്ഷനായി. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, PK ശ്രീമതി, KK രാഗേഷ്, എളമരം കരീം, കമലാക്ഷൻ, TV രാജേഷ്, ജോസ് ജോർജ് പളാത്തോട്ടം, താവം ബാലകൃഷ്ണൻ, C കൃഷ്ണൻ, അരക്കൻ ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ അഗ്രോഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.